പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പിരിച്വൽ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവരും അടിച്ചു കയറി വാ. എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചോ, എല്ലാം പറഞ്ഞുതരാം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വിലമതിക്കാനാകാത്തൊരു ടോപ്പിക്കാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്ന്, ജ്യോതിഷം. വെറും ജ്യോതിഷമല്ല, നാഡീ ജ്യോതിഷം. എന്താണ് ഈ നാഡീ ജ്യോതിഷം? ചില തമിഴ്നാട്ടുപുറങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം ജ്യോതിഷമാണിത്. തമിഴ്നാട്ടിന് പുറത്തുമുണ്ട് കേട്ടോ, എന്നാൽ നാം അത് വിശ്വസിച്ചുകൂടാ. തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിൽ, വൈത്തീശ്വരൻ ശിവനെ ധ്യാനിച്ച് നമുക്കതിലേക്ക് കടക്കാം. മഹാദേവൻ്റെ അമ്പലമാണത്, ഒരു വലിയ അമ്പലം. അവിടെ പ്രധാനമായും ചെയ്യുന്നത് നാഡി ജ്യോതിഷമാണ്. പലതരം ജ്യോതിഷം അവിടെയുണ്ട്. അഗസ്ത്യൻ ജ്യോതിഷം, നാഡി ജ്യോതിഷം, ശിവനാഡി ജ്യോതിഷം, ഭൃഗുനാഡി ജ്യോതിഷം എന്നിവ പലതും. 3000 രൂപ തൊട്ട് 12,000 രൂപ വരെ നീളുന്ന ജ്യോതിഷങ്ങൾ നമുക്കവിടെ ലഭ്യമാണ്. 3000 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രധാനമായും നമ്മുടെ ഇപ്പോൾ നടക്കുന്ന സമയം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. 6000 രൂപയാകട്ടെ നമ്മുടെ പൂർവ്വജന്മങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. 12,000 രൂപയ്ക്ക് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരും. എന്നാൽ സൂക്ഷിച്ചു വേണം കേട്ടോ, ഈ നാഡീജ്യോതിഷത്തിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരും അനാവശ്യമായി പൈസ ചിലവാക്കരുത്. ഇതിനെപ്പറ്റി പൂർണ്ണമായും അന്വേഷിച്ച് കേട്ടറിഞ്ഞ് വേണം നാഡീജ്യോതിഷം ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം അവർ എന്താണ് പറഞ്ഞു തരുന്നത്, എങ്ങനെയാണ് അവർ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ വിരലിൻ്റെ രേഖ വെച്ചാണ് അവർ അത് കണ്ടുപിടിക്കുന്നത്. ഒരു നാഡിയുണ്ട്, നാഡിയോലകൾ. ഒരുപാട് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും നാഡിയോലകൾ ഉണ്ട്. എന്നാൽ കുറച്ചെണ്ണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കത്തി അമിഞ്ഞതായാണ് കാണപ്പെടുന്നത്. എന്നാലും നമ്മുടെ നാഡി അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആണുങ്ങളുടെ ആകട്ടെ റൈറ്റ് ഹാൻഡും പെണ്ണുങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡുമാണ് ഉപയോഗിക്കാറ്. ഈ അവരുടെ ഫിംഗർ പ്രിൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായ നാഡി തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവർ നമ്മോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ അച്ഛൻ്റെ പേര് ഇതാണോ, അമ്മയുടെ പേര് ഇതാണോ, നിങ്ങളുടെ പേര് ഈ അക്ഷരത്തിലാണോ തുടങ്ങുന്നത്, അങ്ങനെ ചോദിച്ച് അവസാനം അവർ നമ്മുടെ പേര് കണ്ടെത്തും. പേര് കണ്ടെത്തിയതിനു ശേഷം അവർ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും കണ്ടെത്തും. അതിനുശേഷം നമുക്ക് എത്ര സഹോദരങ്ങളുണ്ട്, നിങ്ങൾ ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവർ പറയും. അവസാനം നമ്മുടെ നാഡി അവർക്ക് കിട്ടും. ഇങ്ങനെ ചോദിച്ച് പിന്നെ അവർ ദൈവത്തെ സ്മരിച്ച് അവർ നാഡി ജ്യോത്സ്യം തുടങ്ങും. നമ്മൾ ഏതു കാലഘട്ടത്തിൽ മരിക്കും എന്നൊക്കെ അവർ കറക്റ്റായി പറഞ്ഞു തരും. നമ്മൾ ഏത് ജോലി ചെയ്യും എന്നൊക്കെ അവർ കറക്റ്റായി പറഞ്ഞു തരും. വിവാഹത്തിന് വരുന്ന വധൂവരന്മാർ ഏത് ദിശയിൽ നിന്ന് വരുന്നു, അവരുടെ പേരെന്താണ്, അവർ ഏത് ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടാവും, ഏത് വയസ്സിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും എന്നൊക്കെ അവർ കറക്റ്റായി പറഞ്ഞു തരും. ഇതൊരു 95% കറക്റ്റാണ് കേട്ടോ. ഒരുപാട് അനുഭവക്കാരുണ്ടേ. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് തൻ്റെ നാഡീജ്യോത്സ്യം നോക്കിയിരുന്നു. താൻ പൂർവ്വജന്മത്തിൽ ഒരു രാജാവിൻ്റെ ഭടനായിരുന്നു എന്നും താൻ മരിച്ച കാര്യങ്ങളും പൂർവ്വജന്മത്തിൽ തൻ്റെ ഭാര്യ പുനർജന്മത്തിൽ തൻ്റെ ഭാര്യയായി ജനിക്കാം എന്നും പറഞ്ഞ് വിവരങ്ങളുണ്ട്. ഒരുപാട് നാഡീജ്യോത്സ്യത്തിന് അനുഭവങ്ങളുണ്ട്. വിദേശത്തിൽ നിന്നും അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒരുപാട് പേർ നാഡീജ്യോത്സ്യം നോക്കുന്നുണ്ട്. സാധാരണ ഒരു ജ്യോതിഷം നോക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് പൈസ ചിലവാക്കി നാഡീജ്യോത്സ്യം നോക്കുന്നത് തന്നെയല്ലേ നല്ലത്. നോക്കണമെന്ന് താല്പര്യമുള്ളവർ അവിടെ പോയി മഹാദേവനെ തൊഴുത് സത്യങ്ങൾ മനസ്സിലാക്കി മാത്രം നാഡീജ്യോതിഷം നോക്കുക. 1 രൂപ പോലും നാം അനാവശ്യമായി ചിലവാക്കരുത്. നാഡീജ്യോത്സ്യത്തിൽ തെളിയുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കർമ്മങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നോ അന്നാണ് മോക്ഷം ലഭിക്കുക എന്നവർ പറയും. ഏത് ജന്മത്തിൽ മോക്ഷം ലഭിക്കും എന്നും പറയും. ഇത് നമ്മുടെ അവസാന ജന്മമാണോ, കഴിഞ്ഞ ജന്മത്തിൽ നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നാം എവിടെയാണ് ജനിച്ചത്, അടുത്ത ജന്മത്തിൽ നാം എന്തായി ജനിക്കുന്നു, മൃഗമായി ജനിക്കുമോ അതോ ഏത് മനുഷ്യനായി ജനിക്കും. മൃഗമായി ജനിക്കുന്നു എങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങളും ഒരുപാട് ലഭ്യമാണ്. നമുക്ക് ഈ ജന്മത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വരുന്നുവോ, ജോലി കിട്ടാനുള്ള തടസ്സങ്ങൾ, വിവാഹത്തിനുള്ള തടസ്സങ്ങൾ എന്നിവയ്ക്കുള്ള എല്ലാ പരിഹാരങ്ങളും നാഡീജ്യോത്സ്യത്തിലുണ്ട് കേട്ടോ. അടുത്ത ജന്മത്തിൽ നാം എന്തായി ജനിക്കും, എന്ത് ദുഃഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അതിൽ തെളിയും. അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കേണ്ടി വരും, ചില നാമങ്ങൾ ജപിക്കേണ്ടി വരും, നമ്മുടെ കർമ്മങ്ങൾ എരിഞ്ഞു തീരുന്നത് വരെ. അപ്പോൾ നാം നാഡീജ്യോതിഷം നോക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പുരാതന മഹർഷികൾ ലഭിച്ച താളിയോലകളാണ് അവ
ഭദ്രമാക്കിയിരുന്ന അവരുടെ തലമുറക്കാരായ ആ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൽ ഇടപെടാൻ കഴിയില്ല. അവരുടെ അനുവാദവും അവരുടെ സമ്മതവും കൊണ്ട് മാത്രമേ നമുക്ക് നാഡീജ്യോത്സ്യം നോക്കാൻ കഴിയൂ. നാഡീജ്യോത്സ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് സുപ്രധാന നിമിഷങ്ങളെക്കുറിച്ചറിയും. മോശം സമയങ്ങളെ മാറ്റാനുള്ള മാർഗങ്ങളും നമുക്ക് ലഭ്യമാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപാട് വീഡിയോയ്ക്ക് വേണ്ടി ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കൂ. എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കൂ.